ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഒരു ഷോർട്സ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് നിൽക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചധികം പേര് പറഞ്ഞത് ഈ കാണുന്ന ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, കുറച്ച് പേര് പറയുന്നത് ജെനുവിൻ ആണോ എന്ന് ഡൗട്ട് അവർക്ക് പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കമന്റ്സ് വന്നു കേട്ടോ. അപ്പം അത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജെനുവിൻ ആണോ അല്ലെന്ന് ഞാൻ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല. അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ പേര് ഞാൻ ഇട്ടേക്കുന്ന പേരല്ല. അപ്പം അവരുടെ പേരിൽ തന്നെ കുറേ അധികം മെസ്സേജസ് വന്നു. മെസ്സേജസ് അല്ല, ഇങ്ങനെ ഫേക്ക് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ന്യൂസ് അവർ വന്നു. അത് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ ഒന്നും പേഴ്സണലി കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി ഇവരുടെ ഈ ഒരു പേര് വെച്ചിട്ട് അപ്പോഴും കാണിക്കുന്നത് വേറെ രീതിയിലെ ഫേക്ക് ഒക്കെയാണ് ഇവരുടെ പേരിൽ പറയുന്നത്. കാരണം പ്രോഡക്റ്റ് കിട്ടാൻ ഡിലേ ആവുന്നത് വരെ, പിന്നെ കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന രീതികൾ, വോയിസ് ഉൾപ്പെടെയുള്ള കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഈ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. എൻ്റെ ഒരു സംശയം വേറൊന്നുമില്ല, ഇതിപ്പോൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവൾ പറ്റിക്കപ്പെട്ടു. ഇതിപ്പം അവരുടെ അതേ പ്രൊഫൈൽ പിക്ചറും വീഡിയോസും വെച്ചിട്ട് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തായാലും നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കാം. കാരണം കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അവരിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഫേക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയല്ല ചെയ്യാനുള്ളവർ. അവർക്ക് കേസ് കൊടുത്തത് ബ്ലോക്ക് ചെയ്യാമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതവർ ചെയ്തിട്ടില്ലായിരിക്കും. ഇന്നലെ തന്നെ കണ്ടൊരു സ്റ്റാറ്റസിനാണ് ഞാൻ ഇന്നലെ റിപ്ലൈ ഇട്ടിരുന്നത്. അപ്പൊ അതിപ്പോഴും നടന്നുകൊണ്ട് വരുന്നുണ്ട്. അവരെന്തുകൊണ്ട് അവരൊരു അവരല്ല ഇത് എങ്കിൽ അവരെന്തുകൊണ്ട് ലീഗലായിട്ട് മൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ ഒരു ചെറിയ സംശയത്തിനെ ചോദിക്കുകയാണ്. അത് അവരുടെ തായാലും നേരിട്ട് ചോദിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് എനിക്കിപ്പം വന്നേക്കുന്ന അവരുടെ അതേ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുള്ള പ്രൊഫൈൽ പിക്ചറും ഫാമിലി ഫോട്ടോസ് വെച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറുകളിലൊക്കെയാണ് ആ ലിങ്കുകളെല്ലാം പോകുന്നത്. പല പല നമ്പേഴ്സിൽ ഇവരുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടാണ് പോകുന്നത്. ഈ എൻ്റെ പേരിൽ ഒരു ഫേക്ക് ആയിട്ടൊരു ഐഡിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ ഫേക്ക് നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് അത് മൂവ് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിന് ശേഷം ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് നോക്കി. ഇവിടെ ഇപ്പം ഞാൻ കണ്ടവരെ കറക്റ്റ് പേര് അറിഞ്ഞപ്പോഴാണ് എൻ്റെ റിലേറ്റീവ്, എൻ്റെ ചേച്ചി തന്നെയാണ് പറഞ്ഞത് കറക്റ്റ് പേര് ഇതാണ് ലിങ്ക് അയച്ചത്. അപ്പം ചേച്ചി തന്നെ അപ്പോഴും അറിയുന്നത് ഫേക്ക് ആണ്. വേറെ രീതിയിൽ ഞാൻ കാണിച്ച രീതിയിലുള്ള ഫേക്ക് അല്ല, വേറെ രീതിയിലൊക്കെ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല യൂട്യൂബർമാരും ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പേഴ്സണലി ആൾക്കാരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഡിലേ വരുന്നുണ്ട്. അത് ഒരു ഏകദേശം 90 ദിവസമൊക്കെ ഒരു ഡെലിവറി ചെയ്യാൻ എടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രോഡക്റ്റിന് അത്രയും പറ്റിയുള്ള വർക്ക് ഹാൻഡ് വർക്ക് ആണെന്നൊക്കെ പറയുന്നത്. അതായത് 90 ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് വർക്ക് കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലേം താനും. അതൊക്കെ അവരുടെ ഇഷ്ടം, എത്ര ദിവസം എടുക്കായിരിക്കും. അത് ആൾക്കാർക്ക് കംഫർട്ട് ആണെങ്കിൽ അവർ എടുത്തോട്ടെ, പ്രശ്നമില്ല. അപ്പം ഇതിപ്പോൾ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആൾക്കാർ. ചേച്ചിയൊക്കെ ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ട്. കാരണം അവർക്ക് ഷോപ്പും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു അടിയാവുന്ന രീതിയിലല്ലേ ഇവരിങ്ങനെ കാണിക്കുന്നത്. അവരുടെ പേരിൽ ഒരു ഫേക്ക് ആയിട്ട് ഐ ഡി പോകണമെങ്കിൽ അവർ പേഴ്സണലായിട്ട് പോയി പരാതി കൊടുത്തിട്ട് ആ ഒരു സംഭവം ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടത്. വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ അവരുടെ പേര് പറഞ്ഞിട്ട് ഫേക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ പേര് ഇപ്പോഴും ഫേക്ക് സംഭവം ഐ ഡി നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഒരു ഇരയായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ അറിയാവുന്നതെല്ലാവരും പുറത്ത് വന്നിങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിങ്ങനെ ഫേക്ക് ഐ ഡി ആണ്. നമുക്ക് ഓൺലൈൻ എല്ലാവരും വിശ്വസിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അറിയാവുന്നവരൊക്കെ ഇപ്പം ഷോപ്പുണ്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇവരൊക്കെ ഷോപ്പുള്ള ആൾക്കാരാണ്, അപ്പം ജെന്യുവിൻ ആണ് എന്നുള്ളത്. കളേഴ്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ ഓൺലൈൻ ബിസിനസ്, അവർക്ക് ഷോപ്പുണ്ട്. പർപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ റിലേറ്റീവ് ചേച്ചിക്ക് ഷോപ്പുണ്ട്. അതൊക്കെ നമുക്ക് ജെന്യുവിനായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു അടിയണക്കാണ് ഇവരുടെ ഒരു കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേജും കാര്യങ്ങളും ഞാൻ കാണിക്കാം. ഫേക്ക് അല്ലാന്ന് ഉറപ്പുള്ള വ്യക്തികൾ അവരത് പർച്ചേസ് ചെയ്തോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് അവർ ഫേക്ക് ആണെന്നുള്ളതല്ല പറയുന്നത്. അവരെന്തുകൊണ്ട് ഈ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ്. അവരുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച് എൻ്റെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് റിയാക്ട് ചെയ്യും, എനിക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കണക്ക് എന്താ അവർ ചെയ്ത് ബ്ലോക്ക് ആക്കാത്തതിന്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അവർ 24 ന്യൂസിലൊക്കെ പറഞ്ഞു. അപ്പം അവർക്കിപ്പം 24 ന്യൂസ് എല്ലാവരും ഇപ്പം ന്യൂസ് കണ്ട് ഇത് ഫേക്ക് അല്ല ഞാൻ ജെനുവിൻ ആണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യാനവര്. അത് ഒരു നമ്പറൊന്നുമില്ല. അത് എന്തിന് ഫേസ്ബുക്ക് ലിങ്ക് അങ്ങനെ എന്തോ അങ്ങനെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്പോഴും വാട്സപ്പ് ത്രൂ വന്ന് പോവുകയാണ്. എല്ലാവരും പേഴ്സണൽ നമ്പറിലേക്ക് പോവുകയാണ്. ഓരോ ഓരോ നമ്പർ ഓരോ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്താ ഫേസ്ബുക്ക് സ്റ്റോറി ഇടൂല അതിന് ഇട്ടേക്കുന്നത്. ഓരോ സ്റ്റോറി റീഡ് ചെയ്ത് അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്റ്റ് വാട്സപ്പിൽ പോവുകയാണ്. വാട്സപ്പിൽ പോയിട്ട് മാത്രമല്ല
അവരുടെ പ്രൊഫൈൽ പിക്ചർ തന്നെ അവരുടെ ഹസ്ബൻഡും മോനുമായിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ പിക്ചർ ഇവരുടെ മുഖം വെച്ച് ചെയ്തതാണെന്നുള്ള അറിയത്തില്ല. അങ്ങനെയാണെങ്കിലും അവർക്ക് പരാതി കൊടുക്കാം. ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പം. അതുകൊണ്ട് അവരായിട്ട് അറിഞ്ഞുകൊണ്ടല്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിക്കുന്നു. അവരിപ്പോ ജെനുവാണ് ജെനുവൻ അല്ലേ എന്നുള്ളത് ഞാനിപ്പം അന്വേഷിച്ച് പോകാൻ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അവരുടെ പേര് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫേക്ക് ആണ് തന്നെയാണ്, ഫേക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്നെ പറ്റിയ ഒരു ചാനൽ, എന്നെ ചാനലിൽ ഒരു ഫേക്ക് ആയിട്ട് വേറെ ആൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എനിക്ക് ബാധിക്കുന്ന കാര്യമാണ്, എന്നെയാണ് ബാധിക്കുന്ന കാര്യമാണ്. ഞാനില്ലാത്തൊരു വീഡിയോ ആണ് അവരിട്ടേക്കുന്നത്. ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. അപ്പം ആ രീതിയിൽ എന്തുകൊണ്ടൊരു മൂവി ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് ഒറ്റ ക്വസ്റ്റ്യൻ ഈ ചോദിക്കാവുള്ളൂ. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ വീഡിയോസ് എല്ലാം അവരുടെ കറക്റ്റ് ഇൻസ്റ്റഗ്രാം പേജ് അവരുടെ കറക്റ്റ് ഐ ഡി ഞാൻ യൂട്യൂബിൽ നോക്കി കിട്ടിയപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചത്. കുറച്ച് ആൾക്കാരുടെ കമന്റ്സും ഈ ഇങ്ങേറ്റം ആർജെ സുമി ചേച്ചിയൊക്കെ തന്നെ ഇത് നോക്കിയാൽ മതി, പേരടിച്ച് കൊടുത്തിട്ട് കുറേ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അവരുടെ സാധനം ഡിലേ ആവുന്നതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ അവരുടെ സംസാരം വോയിസുകൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് ഞാൻ ഇട്ടതാണ് കേട്ടോ, ഇന്നലെ ഇട്ടതാണ്. അപ്പോൾ അവരുടെ ഒറിജിനൽ ഐ ഡി ഇതാകണ്ടെയാന്ന് പറയുന്നു. അവർ ഇതാണ് ഒറിജിനൽ എന്നുണ്ടെങ്കിൽ അവരെ പറ്റി ഇതൊക്കെ ഫേക്ക് പോകുന്നത് എന്തുകൊണ്ട് അവർ കേസായിട്ട് മൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നില്ല എന്നൊരു ക്വസ്റ്റ്യനെ എനിക്ക് ചോദിക്കാനുള്ളൂ. അവർ ജെന്യൂൻ ആണോ അല്ലെന്നുള്ളത് എനിക്കറിയേണ്ട ആവശ്യമില്ല.